കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. 1889 നവംബർ 14 അലഹബാദിൽ ജനനം. അതുകൊണ്ട് തന്നെ ആ ദിനത്തെ ചിൽഡ്രൻസ് ഡേ ആയി ആഘോഷിക്കുന്നു. അച്ഛൻ നേതാവായ മോത്തിലാൽ നെഹ്റു, അമ്മ സ്വരൂപ റാണി. പഠനം ഇംഗ്ലണ്ടിൽ ആയിരുന്നു. 1905 ഹോഗോ പബ്ലിക് സ്കൂളിൽ ചേർന്നു. 1912 നിയമബിരുദം കരസ്ഥമാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം അഭിഭാഷകനായി അലഹബാദ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. അച്ഛനമ്മമാരുടെ ഓമന സന്താനമായ ജവഹർലാലിന് 11 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിപ്പെങ്ങളായ പണ്ഡിറ്റ് വിജയലക്ഷ്മി ജനിച്ചു. അഭിഭാഷക ജോലിയായിരിക്കുമ്പോൾ കൂൾ എന്ന വ്യാപാര പ്രമുഖൻ്റെ മകളായ കമലയെ വിവാഹം ചെയ്തു. അച്ഛൻ രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനായതിനാൽ ജവഹർലാലും രാഷ്ട്രീയത്തിലേക്ക് തന്നെ എത്തി. 1916 നെഹ്റുവിൻ്റെ വിവാഹം കഴിഞ്ഞ അതേ വർഷത്തിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ മഹാനായ ഗാന്ധിജിയെ കണ്ടുമുട്ടി. അതോടെ ജവഹർലാൽ രാഷ്ട്രീയത്തിൽ സജീവമായി. രാഷ്ട്രീയ ജീവിതം ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ ജവഹർലാലിൻ്റെ രാഷ്ട്രീയ മുഖം യഥാർത്ഥത്തിൽ ഉണർന്നു. സുഖസമൃദ്ധിയിൽ വളർന്ന ജവഹർലാലിന് ഗ്രാമങ്ങളിൽ നിന്ന് പുത്തൻ അനുഭവങ്ങൾ ലഭിച്ചു. 1917 ഏകപുത്രി ഇന്ദിര പ്രിയദർശിനി ജനിച്ചു. 1921 നെഹ്റു ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റിന് ശേഷമാണ് നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഗതി മാറിമറിഞ്ഞത്. ജയിൽവാസത്തിൻ്റെ സമയത്താണ് നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ പ്രധാനമായും പിറവിയെടുക്കുന്നത്. 1929 കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം നെഹ്റുവിനെ തേടിയെത്തി. സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെയാണ് നെഹ്റു ഈ പദവി ഏറ്റെടുത്തത്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ നെഹ്റുവിനോടൊപ്പം അറസ്റ്റ് വരിക്കാൻ കമലയും ഉണ്ടായിരുന്നു, തൻ്റെ പ്രിയ സഖി. നെഹ്റുവിൻ്റെ ജയിൽവാസത്തിനിടയ്ക്ക് ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ വിശ്വപ്രസിദ്ധമാണ്. 1945 വരെ 9 വർഷത്തോളം നെഹ്റു കാരാഗ്രഹവാസം അനുഭവിച്ചു. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു നെഹ്റു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാച്ചാജി എന്ന പേരിൽ ഇന്നും നമ്മളുടെ ഏവരുടെയും മനസ്സിൽ അറിയപ്പെടുന്നത്. 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച നിമിഷത്തിൽ നവയുഗ ഇന്ത്യയെ വാർത്തെടുക്കുവാൻ ഒരു പോരാളിയെ ആവശ്യമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത നെഹ്റു നവയുഗ ഇന്ത്യയെ ഉണർത്തി. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. നല്ല ഒരു നേതാവും പ്രസംഗകനും ചിന്തകനുമായിരുന്നു നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഹൃദയസ്പർശിയും വിശ്വപ്രസിദ്ധവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം രചിച്ചത് നെഹ്റുവാണ്. 1955 അദ്ദേഹത്തിന് തൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു. 1964 മെയ് 27 അദ്ദേഹം ദിവംഗതനായി. ശാന്തിവനമാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ദേശീയ ശിശുദിനമായി ആഘോഷിക്കുന്നു.